നമസ്കാരം. ഈ വർഷത്തെ മകരസംക്രാന്തി ജനുവരി 14-നാണ്. ജനുവരി 15-ന് ശുക്രനും ശനിയും 60 ഡിഗ്രി കോണിൽ ഒത്തുചേരും. പലപ്പോഴും ഈ അപൂർവ സംയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങളും പല വിധത്തിൽ മാറ്റങ്ങളും കൊണ്ടുവരും. ശനിയും ശുക്രനും ചേരുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് സ്വാധീനം ചെലുത്തുക. ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹങ്ങൾ ചില രാശിക്കാരിൽ സംഭവിക്കും. ലാഭദൃഷ്ടി യോഗമാണ് ഇതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നത്. പലപ്പോഴും അനുകൂലമായ പല മാറ്റങ്ങളും ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ചില രാശിക്കാരിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളാണ് തേടിയെത്തുക. അതിൽ തന്നെയും നിങ്ങളുടെ ഭാഗ്യവും സാമ്പത്തികമായ നേട്ടങ്ങളും വർദ്ധിക്കും. ശനിയുടെയും ശുക്രൻ്റെയും പ്രത്യേക അനുഗ്രഹം ലഭിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ലാഭദൃഷ്ടി യോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതിനുള്ള യോഗമാണ് കാണുന്നത്. ഈ സമയം മകരസംക്രാന്തി കൂടി സംഭവിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെയധികം ഗുണപരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങളെല്ലാം തന്നെ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ഈ രാജയോഗം വളരെയധികം ഗുണപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. മാത്രമല്ല നിങ്ങളുടെ ഭാഗ്യമെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. പൂർത്തിയാകാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. വിദേശ യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് യോഗം വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിയുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തേടി വരുന്ന സമയമായിരിക്കും. ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ്. മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിലായിരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച സമയമാകും. മാത്രമല്ല പഠന കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. മകരം രാശി. മകരം രാശിക്കാർക്ക് ലാഭദൃഷ്ടി യോഗം ഗുണപരമായ പല മാറ്റങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കും. ഈ സമയം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. കരിയറിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും കാണുന്നു. കുടുംബത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. പ്രതീക്ഷിക്കാത്ത വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വന്നു ചേരും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വാഹന യോഗമാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത്. മാത്രമല്ല വസ്തു വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു. വസ്തു വാങ്ങുന്നതിനും ഏറ്റവും മികച്ച സമയമാണ്. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ശനിയുടെയും ശുക്രൻ്റെയും സംയോജനം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക. ലാഭദൃഷ്ടി യോഗഫലമായി നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിയും. ജോലിയിലും ബിസിനസ്സിലും ഏറ്റവും അനുകൂലമായ സമയമാണ്. മാത്രമല്ല നിങ്ങളുടെ വരുമാനം ഇരട്ടിയാവുന്നതായിരിക്കും. നിങ്ങളുടെ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും.
വലിയ സമ്പത്ത് കൈവരുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. പുതിയ പദ്ധതികളെല്ലാം തന്നെ നിങ്ങൾ ആവിഷ്കരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാവുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നിക്ഷേപങ്ങളിൽ നിന്നും ഓഹരി വിപണിയിൽ നിന്നും മികച്ച സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും.